Watch full episodes on Jio Hotstar. മോട്ടു മതിയാക്ക. എന്റെ മോട്ടോ ഒന്ന് മതിയാക്ക്. ഇപ്പൊ തന്നെ കൊറേ വാങ്ങിക്കൂട്ടി, ഇനിയും വാങ്ങിക്കാൻ പോവാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എന്റെ അവസാന ശ്വാസം വരെ പോരാടും. നഗർവാസികളെ, ഓർമ്മയിരിക്കട്ടെ, ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ടൈഗറുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, ഞാനിപ്പോ ഈ ഫൈറ്റ് നിർത്തിയത് നിന്നെ പേടിച്ചിട്ടോ അല്ല നിന്നെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല. ഞാൻ നിർത്തിയതിന്റെ കാരണം എനിക്ക് മാർഷൽ ആർട്സ് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഇവരുടെ എല്ലാം മുൻപിൽ വെച്ച് ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു. ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ഒരു ദിവസം നിന്നെ നിന്റെ ഗ്രാമത്തിൽ വന്ന് ഞാൻ തോൽപ്പിക്കും. ഓക്കേ? ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, നീ എന്നെ ഒരുപാട് ഇടിച്ചു. ഞാനോ നിന്നെ 1-2 ഇടിയേ ഇടിച്ചുള്ളൂ. പക്ഷേ അത് 1-1.5 ഇടി ആയിരുന്നില്ലേ? നിന്റെ കണ്ണ് നോക്ക്, നോക്ക് എത്ര സുന്ദരമായിട്ടുണ്ടെന്ന്. എന്റെ മോട്ടു, നീ എന്തിനാ അവനോട് ചാലഞ്ച് ചെയ്യാൻ പോയേ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. മോട്ടു, നിനക്ക് ആരെയും തോൽപ്പിക്കാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ മോട്ടു. നീ ഫൈറ്റിൽ ഒരുപക്ഷെ തോറ്റിരിക്കാം, പക്ഷെ ജനങ്ങളുടെ മനസ്സ് നീ കീഴടക്കി. എല്ലാവരും നിന്നെ അഭിനന്ദിക്കുകയാണ്. നീ ശരിക്കും ഒരു ധൈര്യശാലി തന്നെ. മോട്ടു, ഞാൻ നിന്നിൽ കാണുന്ന ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നിന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും. നീ നല്ല ഫൈറ്ററായി തീരും. നിനക്ക് ടൈഗർ ചാനിനെയും കീഴ്പ്പെടുത്താനാകും, ഉറപ്പായും. സർ, നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമോ? ടൈഗർ ചാനിനെ നീ നേരിട്ട് തോൽപ്പിക്കണമെങ്കിൽ നിനക്കും അതുപോലത്തെ മാർഷൽ ആർട്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. ടൈഗർ ചാനിനെ പഠിപ്പിച്ച ഗുരുവിന്റെ കീഴിൽ
ആ ഗുരുവിന്റെ പേരാണ് മാസ്റ്റർ ഹിം നരേഷ്. ഈയിടെയായിട്ട് അദ്ദേഹം ആരെയും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിനക്കയാളെ സമ്മതിക്കാൻ പറ്റുന്ന പക്ഷം നിനക്ക് ടൈഗർ ചാനിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം എവിടെ താമസിക്കുന്നേ? വേഗം അദ്ദേഹത്തെ കണ്ടെത്തി മോട്ടുവിനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാനുള്ള അനുവാദം വാങ്ങണം. യെസ്, വേഗം പറയൂ. ആ മാസ്റ്റർ ഹിംനരേഷ് എവിടെയാണ്? ഞങ്ങൾക്കും മോട്ടിനോടൊപ്പം അദ്ദേഹത്തിനെ കാണാൻ പോണം. മാസ്റ്റർ ഹിം നരേഷിന്റെ സ്കൂൾ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ ഹിമഗ്രാമത്തിലാണ്. മാർഷൽ ആർട്സ് പഠിച്ചതിനു ശേഷം ടൈഗർ ചാനുമായി ഏറ്റുമുട്ടാൻ ഒരുപാടൊന്നും ദൂരം പോകേണ്ടി വരില്ല. അവന്റെ ഗ്രാമമായ കാലഗ്രാമവും ഹിമഗ്രാമത്തിന് അധികം ദൂരെയൊന്നുമല്ല. എന്നാ പിന്നെ പത്തലു ഹിമഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളൂ. നോക്ക്, അവിടെയാണ് ഹിമഗ്രാമം. അവിടെ കാറും ബസ്സും ഒന്നും പോവില്ല, നടന്നു വേണം പോവാൻ. ചൂടുള്ള കപ്പലുണ്ട് സാറേ, വാങ്ങി സാറേ. ചൂടുള്ള സാറേ, സാറേ വാങ്ങി സാറേ. സാറേ വാങ്ങി സാറേ. ചൂടുള്ള കപ്പലുണ്ട്. സ്വാദുണ്ടായിരിക്കും. കിലോ വെറും 20 ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. മാസ്റ്റർ ഹിം നരേഷിന്റെ സ്കൂൾ മുകളിലല്ലേ? അതെ, അത് ആ മുകളിൽ തന്നെയാണ്. കോച്ച് സിംബ പറഞ്ഞത് മാസ്റ്റർ ഹിം നരേഷിന്റെ ഗ്രാമത്തിനടുത്തുള്ള രണ്ടാമത്തെ മലമുകളിലാണ് ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം എന്നല്ലേ? അപ്പൊ അതായിരിക്കും ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം അല്ലേ? അത് ഡിങ് ബാങ്ങിന്റെ കാലഗ്രാമമാണ്. ടൈഗർ ചാങ് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഈ ടിങ് ബാങ് ആരാ? ശാന്തരാവൂ, മാസ്റ്റർ ഡിങ് ബാങ് വന്നോണ്ടിരിക്കുവാണ്. സുഖമാണോ ടൈഗർ ചാൻ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ലോകം മുഴുവൻ കീഴടക്കാനുള്ള യാത്ര? മാസ്റ്റർ ഡിങ് ബാങ്, എന്റെ യാത്ര വളരെ നല്ലതായിരുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് ഞാൻ തെളിയിച്ചു. എന്താന്ന് വെച്ചാൽ ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്.
നല്ല കാര്യം, വളരെ നല്ല കാര്യം. നീ ലോകം മുഴുവനും ഈ സ്കൂളിന്റെ പേര് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ഇനി എത്ര ദൂരത്തുള്ളവരാണെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ ഇവിടെ വരും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോഴും നിന്നിൽ അതേ ശക്തിയും ധൈര്യവും ബാക്കിയുണ്ടോന്ന് നമുക്ക് നോക്കാം. നിനക്കിപ്പോ എത്ര മിടുക്കുണ്ടെന്ന് നീ ഇപ്പൊ തെളിയിച്ച് കാണിക്ക്. തുടങ്ങിക്കോ. പേടിക്കണ്ട, ഇത് പിടിക്ക്. ടൈഗർ ചാങ്, ചിരിക്കുന്നത് നിർത്തിയിട്ട് ഫൈറ്റ് ചെയ്യൂ. ടൈഗർ ചാങ്, ഫൈറ്റ് ഫൈറ്റ്. പൊളിക്കടുത്തല്ലോ. ഇയാളെങ്ങനെ ഫൈറ്റ് ചെയ്യാ? ആളുടെ എല്ലൊക്കെ മുറിഞ്ഞ് കിടക്കല്ലേ. മോട്ടു, തീ വരുന്നുണ്ട്. മാർഷൽ ആർട്സിന്റെ ഫൈറ്റിൽ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇതുവരെ എന്നെ ആരും തന്നെ തോൽപ്പിച്ചിട്ടില്ല. തോൽവി എന്നത് എന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ഫോക്കസ് ആൻഡ് ഫെയിം, ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മ വയ്ക്കണം. ഏത് കാര്യത്തിലും നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം. പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം, നല്ല ഫെയ്ത്ത് ഉണ്ടാകണം. എങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. മോട്ടു, നിനക്കത് സാധിച്ചിരിക്കുന്നു. നീ ഇന്നും പഠിച്ചിരിക്കുന്നു. അവിശ്വസനീയം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്? എന്റെ അമ്മോ, ഞങ്ങളുടെ മോട്ടൂനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും.
ഫൈറ്റിലെ വിന്നറാണ് ഫുർഫുറി നഗരത്തിലെ മോട്ടു. ഇവിടെ നിന്ന് നിനക്ക് ആരെയും പരാജയപ്പെടുത്തിയിട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഇവിടെ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. അവരെ ചുറ്റി വളയൂ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ, നീ നിന്റെ ഫൈറ്റ് ചെയ്യ്. ഞാൻ ചിങ്കം സാറിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം. ചിങ്കം സാറേ, ഫയറിംഗ് തുടങ്ങിക്കോ. ഫയർ. ഒരടി അടിക്കുന്ന പ്ലീസ്, ഒരേ ഒരടി, ഒരൊറ്റയടി. സൂര്യന് ഭയങ്കര ചൂടല്ലേ, ചന്ദ്രന് ഭയങ്കര തണുപ്പല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോസേ? പക്ഷേ നിങ്ങൾ കേട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. മതിയാക്ക് മോട്ടു. ലോകം പറയുന്നില്ലെങ്കിലും ഞാൻ പറയും, ടൈഗർ ചാങ്ങിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ മോട്ടുവിന്റെ കൂടെ യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. മോട്ടു, നീ ആ സൂര്യനെ ഒന്ന് നോക്കിയാലും അത് ഇരുട്ടായി മാറും. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ഇനി ഒരിക്കൽ കൂടെ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ശരി, മാപ്പ് തരാം. പക്ഷെ അതിനു മുമ്പ് മാസ്റ്റർ ഹിംനരേഷിന്റെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം എടുത്തുകൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇനിയെങ്ങാനും നിങ്ങൾ മാസ്റ്റർ ഹിംനരേഷിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. മനസ്സിലായോ? മനസ്സിലായി. മാസ്റ്റർ, ഇതാ അങ്ങയുടെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം. അതിനർത്ഥം നീ ജയിച്ചാണ് വന്നിരിക്കുന്നതെന്ന്. അഭിനന്ദനങ്ങൾ. അതിനിപ്പോ എന്താ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത്? കോൺഗ്രാറ്റുലേഷൻ. ഓ, അത് കോൺക്രീറ്റുലേഷൻ അല്ല, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങയുടെ ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. ഇത് നിന്റെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. ഇത് ജനങ്ങൾക്കൊരു പാഠമാകട്ടെ. മനുഷ്യൻ ഒരു പ്രാവശ്യം ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അവൻ എല്ലാം സാധ്യമാകുമെന്ന്, അവൻ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനാകുമെന്ന്. ടൈഗർ ചാങ്ങിനെ ജയിക്കുക എന്നത് അസംഭവ്യമല്ല, സംഭവ്യം തന്നെയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.